ഡിവൈഎഫ്ഐ വിട്ടവരെ ആർഎസ്പിയിൽ എടുത്തതിൽ കടുത്ത എതിർപ്പുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ. സിപിഐഎമ്മിലെ ക്രിമിനലുകൾക്ക് ആർഎസ്പി അഭയം നൽകി. തന്നെ അടക്കം ക്രൂരമായി മർദ്ദിച്ചവർക്ക് ആർഎസ്പി പട്ടും വളയും നൽകി. പിണറായി സത്തെ ആർഎസ്പി പ്രത്യയശാസ്ത്രമാക്കുന്നുവെന്നും വിഷ്ണു സുനിൽ FB പോസ്റ്റിൽ വിമർശിച്ചു. സനോഫർ അടക്കമുള്ള നേതാക്കൾ ഡിവൈഎഫ്ഐയിൽ ഉണ്ടായപ്പോൾ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചത് വൻ വിവാദമായിരുന്നു. അന്നത്തെ ദൃശ്യത്തിലേക്ക് ആദ്യം. ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിലെ തർക്കത്തിന് പിന്നാലെയാണ് സനോഫർ അടക്കം ആർഎസ്പിയിൽ ചേക്കേറിയത്. വിവരങ്ങളുമായി ഷമീർ ചേരുന്നു കൊല്ലത്ത് നിന്നും. ഷമീർ, പഴയ ദൃശ്യങ്ങൾ കാണുകയായിരുന്നു. അങ്ങനെയൊക്കെ തള്ളിക്കഴിഞ്ഞാൽ ആരായാലും ഇങ്ങനെയൊക്കെ പറയും എന്നുള്ളതാണ്. എന്തായാലും മുന്നണി ബന്ധത്തിനൊക്കെ ഒരു ഉലച്ച വരുമോ ഇതുമായി ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും ഷാമിൽ, ഈ സംഭവം ഉണ്ടാകുന്നത് 2023 ഈ സംഭവം നടക്കുന്നത്. കൊല്ലം ചിന്നക്കടയിൽ വെച്ചാണ് ഇത്തരത്തിൽ ക്രൂരമായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടക്കമുള്ള പ്രവർത്തകരെ അന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തല്ലിച്ചതച്ചത്. മന്ത്രി P രാജീവിനെ കരിങ്കൊടി കാണിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലം ചിന്നക്കടയിൽ സംഘടിച്ചിരുന്നു. പക്ഷേ ആ സംഘടിച്ചത് തടയാനായിട്ടായിരുന്നു ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അന്ന് അവിടെ കൂടുകയും ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദനം ഏൽക്കുകയും ചെയ്തത്. ഇതിനുശേഷം ഈ വിഷയം പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ നിയമസഭയിൽ ഉന്നയിക്കുകയും ചെയ്തതാണ്. അത്രത്തോളം വിവാദമായ ഒരു വിഷയത്തിലുള്ള പ്രവർത്തകരെയാണ് കഴിഞ്ഞ ദിവസം RSPയുടെ സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിയുമായ ഷിബു ബേബി ജോൺ RSPയുടെ പതാക നൽകി RSPയിലേക്ക് സ്വീകരിച്ചത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. തങ്ങളടക്കമുള്ള ആളുകൾ ചോരയും നീരും തെരുവിൽ കിടന്ന് അടികൊണ്ടതിനുള്ള അധികാരമാണ്, അതിൽ ലഭിച്ച അധികാരത്തിലാണ് നിങ്ങളെല്ലാം വിലസുന്നത്. അതുകൊണ്ട് അതൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല. RSP പിണറായിസം പ്രത്യയശാസ്ത്രമാക്കുന്നു. ഒപ്പം തന്നെ നേർച്ച സമരം നടത്തിയവർക്ക്, അതായത് RSP നടത്തുന്ന സമരങ്ങളൊക്കെ നേർച്ച സമരമാണ്. നേർച്ച സമരം നടത്തുന്നവർക്ക് അക്രമങ്ങൾക്ക് ഇരയാകേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ആരെയും സ്വീകരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ ഈ നേതാക്കന്മാരെ ഇത്തരത്തിൽ, ഈ സനോഫർ അടക്കമുള്ള നേതാക്കന്മാരെ ഇത്തരത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞത്. എന്തായാലും മന്ത്രി ഷിബു ബേബി ജോണുമായി ബന്ധപ്പെടാൻ വിഷ്ണു സുനിൽ ശ്രമിച്ചിരുന്നു. പക്ഷേ ഷിബു ബേബി ജോണിനെ ഫോണിൽ ലഭിച്ചിട്ടില്ല. കടുത്ത അമർഷത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. എന്തായാലും ഈ വിഷയം KPCCയുടെ ശ്രദ്ധയിലും UDFിൻ്റെ ചെയർമാൻ്റെ ശ്രദ്ധയിലുമൊക്കെ, UDF കൺവീനറുടെ ശ്രദ്ധയിലുമൊക്കെ ഈ വിഷയം കൊണ്ടുവരാനും വരും ദിവസങ്ങളിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്താനുമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ തീരുമാനം. ഷാമിലി. ശരി ഷമീർ.